തുരങ്കപാതയുടെ പാരിസ്ഥിതിക അനുമതി ലഭിച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പാരിസ്ഥിതിക അനുമതി ലഭിച്ചത് സൂത്രപ്പണിയിലൂടെയല്ല, എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് അനുമതി നേടിയത്. വീഴ്ച മറയ്ക്കാൻ വേണ്ടി ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്നും പിണറായി പറഞ്ഞു. തുരങ്കപാതയുടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണെന്നും ദുരന്തത്തിന് കാരണം എന്താണെന്ന് ഇപ്പോൾ കൂടുതൽ പറയുന്നില്ലെന്നും റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ പ്രതികരിച്ചു. നിർമ്മാണ സമയത്ത് വലിയ തോതിൽ വെട്ടിയെടുത്ത മണ്ണ് ആവശ്യമായ മുൻകരുതലുകളില്ലാതെ കൂട്ടിവെച്ചാൽ സംഭവിക്കാവുന്ന അപകടം അത് പ്രത്യേകം കാണേണ്ടതായിട്ട്. പാരിസ്ഥിതിക അനുമതി ലഭ്യമായത് ഏതെങ്കിലും തരത്തിൽ സൂത്രപ്പണിയിലൂടെ ലഭ്യമായതല്ല. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് പാരിസ്ഥിതികാനുമതി ലഭ്യമായത്. അല്ല, ഞങ്ങൾ അതിനകത്തൊരു അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഞങ്ങൾ അത്തരമായ കാര്യങ്ങൾ മുൻവിധിയോടെ പറയുന്നതിൽ കാര്യമില്ല. ഒരു കമ്മിറ്റിയെ വെച്ച് കഴിഞ്ഞു. പക്ഷേ പൊതുവായൊരു അത്തരത്തിലുള്ള പല അഭിപ്രായങ്ങളും പല ഭാഗത്തുനിന്ന് രൂപപ്പെട്ട് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ അന്വേഷണ കമ്മീഷന്റെ മുന്നിൽ, കമ്മിറ്റിയുടെ മുന്നിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഫൈൻഡിങ്സ്, അവർ ഈ രംഗത്തൊക്കെ നിൽക്കുന്നവരാണ് ഇതിനകത്ത് വരിക. അപ്പോൾ അവർക്ക് അവരുടെ അനുഭവവും അവർ ശാസ്ത്രീയമായ പരിശോധനയുടെ ഫലമായിട്ട് അത്തരം കാര്യം. ഷിത ജഗത് വിവരങ്ങൾ നൽകും. ഷിത, തുരങ്കപാതയ്ക്ക് അനുമതി ലഭിച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കം ആരോപണങ്ങൾ ഉന്നയിച്ചൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇതിലാണ് ഇന്നിപ്പോൾ വ്യക്തത വരുത്തിക്കൊണ്ട് പിണറായി വിജയൻ എത്തുന്നത്. സൂത്രപ്പണിയിലൂടെയല്ല നേടിയതെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, വീഴ്ചകൾ മറച്ചുവെക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് അനിൽകുമാറും മറുപടി പറയുന്നുണ്ട്. ആരോപണ പ്രത്യാരോപണങ്ങൾ ഇന്നും തുടരുകയാണ്. ജിൽസി, ഈ തുരങ്കപാതയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് കൂടിയായ പിണറായി വിജയൻ പറയുന്നത് കള്ളാടി ദുരന്തത്തിന് പിന്നിലുള്ള കാരണങ്ങൾ മറച്ചു വെക്കാനുള്ള ബോധപൂർവമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് എന്നുള്ളതാണ്. ദുരന്തം ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ മണ്ണ് നീക്കാഞ്ഞതിനെ തുടർന്നാണ്. മുകളിൽ നിന്ന് മണ്ണ് വരികയും മലയിടിഞ്ഞ് മണ്ണ് വരികയും അതിനൊപ്പം തന്നെ ഈ കൂട്ടിയിട്ട മണ്ണ് ഒന്നാകെ ഒലിച്ചു പോവുകയും ചെയ്തതാണ് ദുരന്തത്തിന് കാരണം. എന്നാൽ അത് മറച്ചു വെക്കാൻ വേണ്ടി തെറ്റായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് പിണറായി വിജയൻ പറയുന്നത്. അതിൽ തുരങ്കപാതയ്ക്ക് പാരിസ്ഥിതിക അനുമതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സംശയം ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ തുരങ്കപാത താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാരിസ്ഥിതിക അനുമതി എന്ന് പറയുന്നത് സൂത്രപ്പണിയിലൂടെ ലഭിച്ചതല്ല, അത് നിരന്തരമായ പഠനങ്ങളും എല്ലാം നടത്തിയതിനു ശേഷമാണ് കിട്ടിയത് എന്ന് പിണറായി വിജയൻ പറഞ്ഞു. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുള്ള നേരത്തെ 2 ഹർജികൾ, ഒന്ന് ഹൈക്കോടതിയിലും ഒന്ന് സുപ്രീം കോടതിയിലും ഹർജി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ പാരിസ്ഥിതിക അനുമതിയെല്ലാം തന്നെ അവർ പരിശോധിക്കുകയും മുന്നോട്ട് പോകാം, തുരങ്കപാത നിർമ്മാണവുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് കോടതികൾ കണ്ടെത്തിയത്, കോടതികൾ വിധിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ പാരിസ്ഥിതിക അനുമതി ലഭിച്ച ഒരു കാര്യത്തെയാണ് വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്. ഇത് ജനങ്ങളുടെ ഒരു അഭിലാഷമായ ഒരു പദ്ധതിയാണ്, അത് വേണ്ടെന്ന് വെക്കരുത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. മുൻപ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് തുരങ്കപാതയ്ക്കെതിരായ ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് അനുകൂലമായ ഒരു സമീപനത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് എന്താണോ ആവശ്യം, യാഥാർത്ഥ്യമായ പദ്ധതി, അതുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമമാണ് നടക്കേണ്ടത് എന്നുള്ളതാണ് പിണറായി പറഞ്ഞത്. അതായത് പിണറായി പറഞ്ഞു വെക്കുന്നത് ഈ തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടല്ല ഈ ദുരന്തം ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ അനുമതിയും ലഭിച്ചിട്ടുണ്ട് എന്നുകൂടെ ജിൽസി. ഷിത ജഗത്താണ് വിവരങ്ങൾ നൽകിയത്.